ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു കല്യാണത്തിന് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോണ വീഡിയോ കാണാം കേട്ടോ. പേടിക്കേണ്ട ഗൈസ്, ബോബികൾക്കൊന്നുമല്ല, ഇത് വണ്ടി പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് കൊണ്ട് അതാട്ടോ. എത്താനായിട്ടോ എത്തി. ഞങ്ങൾ ചോറിനായിരിക്കാൻ നിൽക്കാഞ്ഞ് ചോറിനായിരിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പച്ചിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത കല്യാണം കേട്ടോ. അപ്പം ഞാനും ഇപ്പച്ചിയും പൊന്നൂസും മാത്രം കേട്ടോ പോയിന്നത്. ചോറിന് ചോറ് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ചെക്കനും പെണ്ണിനൊക്കെ കാണിച്ചു. ചെക്കനും പെണ്ണിനും കാണിച്ചു പെണ്ണുങ്ങൾ, ചെക്കനും പെണ്ണും. കുറേ ആൾക്കാരുണ്ടെങ്കിൽ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കിട്ടിയ വീഡിയോ ആണ്. കാണാനൊക്കെ രസമുണ്ട്. ഇനി അങ്ങനെതാ ഞങ്ങളവിടുന്ന് പോന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞു കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകണേ എല്ലാവർക്കും പറഞ്ഞു. അങ്ങനെ പോകുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ചെത്തിയിട്ട് പോന്നപ്പോൾ ചാലിയാർപ്പുഴൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അവിടുത്തെ വ്യൂസൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ തന്നെ ഇറങ്ങിയപ്പോൾ അങ്ങനെ അവിടെ ഇറങ്ങി ചെന്നു. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, കാഴ്ചകളെല്ലാം സൂപ്പർ കേട്ടോ. കണ്ടോ, ഇതിലെ വഴിയുണ്ട്, ഇതിലെ പോവാന്നൊക്കെ തപ്പിച്ച് പറയണം. ഒന്ന് പോയി നോക്കണം, നോക്കട്ടെ കേട്ടോ വഴിയുണ്ടോന്ന്. കണ്ടോ, അടിപൊളി വ്യൂ. അതിലെ വഴിയുണ്ട് കേട്ടോ. അവിടെ ആരൊക്കെ അതിൽ പോകണൊക്കെ ഉണ്ട്. അവിടുന്ന് നമുക്ക് കുറച്ച് നല്ല സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പെരും ചൂടും വെയിലൊക്കെ ഉണ്ടോ. എങ്ങനെയൊക്കെ നമ്മൾ പോവാണ്. ഞങ്ങൾ അതിൻ്റെ കവ എടുത്തിട്ട്
അതിൽ കയറാൻ കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പോയോക്കാണ്ട് ഇപ്പച്ചി പോകുന്നുണ്ടോ. സൂപ്പർ വയ്യൊക്കെ ആണ്ടോ ഇപ്പച്ചി കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോണ്ട്. നോക്കാം നമുക്ക്. സൂപ്പർ സംഭവം. സൂപ്പർ വ്യൂ, അടിപൊളി ട്ടോ. അതൊക്കെ പശുക്കളൊക്കെ കുളിച്ചാണ്. അവിടുന്ന് പോകും. നീന്തി കളിച്ചിട്ടൊക്കെ പോത്തട്. ആദ്യോ നല്ല ആയല്ലേ അത്. സൂപ്പർ വ്യൂ. അത് പാലാണ് കേട്ടോ. അതിലാണ് വണ്ടി പോണേ. അത് പാലാണ്, അതിലാണ് ഈ വണ്ടി അതിനുള്ള വണ്ടി. സൂപ്പർ സൂപ്പർ അടിപൊളി സ്ഥലങ്ങൾ കേറിയിട്ടാണ്. ഇവിടെ കുറച്ച് തണലുണ്ടോന്ന് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക്. അവിടെ ഈ ഭാഗം ആ ഭാഗം നല്ല ആഴം. ഇറങ്ങണ സ്ഥലമൊക്കെ ഭയങ്കര ഒളിപ്പിച്ചല്ല ഓരോ നീന്തി വരിക. ഓരോരുത്തർ കയറി വരുന്ന രണ്ട് താത്താരതിനെ ഇതാക്കണം കേട്ടോ. അടിപൊളി കാഴ്ചകൾ കേട്ടോ. ഇവിടേക്ക് വന്നപ്പോൾ സൂപ്പറാണ്. മലൊക്കെ പോലെ അതൊക്കെ മല അടിപൊളി സ്ഥലങ്ങളാണല്ലോ. ഇതിൽ തോണിയൊക്കെ പോവാ. നോക്കി നോക്കട്ടെ. ഗൈസ് അടിപൊളി വ്യൂ. ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടെ ഒരു ഇതുപോലെ കെട്ടിയേക്കാണ്. സൂപ്പർ സൂപ്പർ. എന്താ രസമെന്നോ, അടിപൊളി. വല്ല പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായ വ്യൂസൊക്കെ കാണാം കേട്ടോ. ബസ് വേണുണ്ട് നിങ്ങൾ. ഇതൊരു പാറ. ഇവിടെയൊക്കെ എന്തൊക്കെയോ കറണ്ടിൻ്റെ വയറൊക്കെ ഉണ്ട് കേട്ടോ. വെയിലോണ്ടൊന്നും ഉച്ച കാണില്ല. താഴെ ഭയങ്കര കുണ്ടാണ്. കുഴിഞ്ഞാടിയ പോയി. ഇവിടെ ഇതെന്താപ്പാ ഈ ഇതുപോലെ വെള്ളം പോണ പൈപ്പോ? ജലനിധിൻ്റെ
പൈപ്പാണല്ലോ കേട്ടത്. അപ്പോൾ അതൊക്കെ കണ്ട് ഇതാക്കിയിട്ട് നമ്മൾ തിരിച്ചാണ് അവിടുന്ന്. അപ്പോൾ ഇപ്പച്ചിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ടേനി. എന്താ പച്ച പേര്? സൗക്കത്ത് കേട്ടോ. സൗക്കത്താക്കാൻ്റെ പേരേക്ക് പോവാണ്. മുണ്ടക്കര. ആ അവിടേക്ക് പോവാണ് കേട്ടോ. പിന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ. ഇവിടുന്ന് റോട്ടിലേക്ക് നടക്കട്ടെന്ന്. നല്ല വണ്ടി കൊണ്ട് അവിടുത്തെ അടിപൊളിയൊരു മരം കാണണം ഗൈസ്. മഞ്ഞ ഇഷ്ടംപോലെ മഞ്ഞ പൂക്കളുണ്ട് കേട്ടോ. ചൊറുക്കുള്ള അവിടെ അങ്ങാടിയിലാട്ടോ നമ്മളുള്ള. ഉപ്പച്ചി അവളെടുക്ക് എന്തോ ഫ്രൂട്ട്സോ എന്തോ വാങ്ങാൻ വേണ്ടി പോയതാണ്. പിന്നെ അവിടെ ഇരിക്കുന്നതാട്ടോ. അങ്ങനെ ഉപ്പച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ അവിടുന്ന് പോകുന്നു. അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ വണ്ടിമേലാണ്. അപ്പോൾ ഇടവണ്ണ തന്നെ കേട്ടോ. നമ്മുടെ നാട്ടു കഥാപാലം. അങ്ങനെ ഞങ്ങൾ ഒരു തേക്ക് ഇവിടെ തന്നെ ഇടവന്നെന്ന് പോകുന്നുണ്ട്. കുറച്ച് എത്തിയിട്ടുള്ളൂ. അവിടെ ഒരു തേക്ക് ഫണ്ണി വില്ലേജ് പറഞ്ഞാണ്ട് ഒരു പാർക്ക് ഉണ്ടേനി. അങ്ങനെ അവിടെ കയറിട്ടോ. അവിടുത്തെ അതൊക്കെ അടിപൊളിയായിരുന്നു. 20 രൂപയാട്ടോ എൻട്രി പാസ്. അങ്ങനെ അവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഓരോന്നും നോക്കട്ടെ. ഇവിടെ എന്തൊക്കെ കാണാണ്ട് എന്താ കാണാൻ മാത്രമല്ല. എന്താ കാണാൻ എന്താ പണി പാടിനെ? അതിനെ പിടിച്ച് അതിലൊന്നും കാണാൻ പറ്റില്ല ഇല്ലാതെ. അപ്പൊ അങ്ങനെ അതിനെ കണ്ടു. സ്ഥലം വരുന്നത് നിലമ്പൂരെത്തുന്ന സംഭവം ഹലോ അവിടെ പോയിട്ട് അവിടെ പോയി
മീനെടുത്തോ മുന്നേ ഒന്ന് മോൻ്റെ ചെവിയോടി അപ്പുറത്ത് പോയി കുടിയേ ഫോട്ടോ എടുക്കവാ അതിന് കൂടെ പോകണ്ട അവിടെ വെള്ളമാണ് ഞാൻ പറഞ്ഞ മാവേലി പോവാൻ ഒന്നിനും കഴിച്ചു നോക്കുമ്പോ കുറേ സംഭവങ്ങളുണ്ട് യൂട്യൂബിലിടാൻ ഇനി പൊന്നു മാറി കൊടുക്ക് ഓൾ ഇരുന്നിട്ട് കേട്ടോ വെറുതെ കൊടുക്കും അവളെ വിളിച്ചാണെങ്കിൽ അവളെ പിടിച്ചോണ്ട് കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളും അങ്ങനെ പല സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് മറ്റേ ഇതില്ലപ്പാ കറങ്ങണ ഇതെന്താ സാധനം കറങ്ങല്ല മേലക്ക് പൊന്തണല്ലേ ഇതെവിടെ ഇപ്പൊ സ്ഥലം എവിടെയാണ് സ്ഥലം എവിടെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതെന്താ സാധനം ഹായ് പറ ഹായ് പറ ഭൂപടം ആട് നിക്കട്ടാ ചവിട്ട് അവിടെ ചവിട്ട കിടക്കേ ആ ഏ അങ്ങനെ പൊന്നൂന് ബോട്ടിങ്ങിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ ഓളെ കയറ്റിക്കട്ടോ. ഓൾക്ക് ഒരേ വാശി അപ്പം അങ്ങനെ കയറ്റിയോളയും ഓക്കെ കറക്കാൻ പോലും അറിയില്ല. എങ്ങനെയൊക്കെയോ തട്ടിച്ചിട്ടുണ്ട് ചുറ്റ് ഒരു സൈഡ് കാവല്ലേ അപ്പൊ തട്ടും ചുറ്റ് മതിയിലെന്നാ
അങ്ങോട്ട് ചുറ്റുക, മുന്നേക്ക് ചുറ്റി 2 കൈയിലും ചുറ്റും, ചുറ്റി കൂടെ കറക്റ്റ് ഒരു ഭാഗത്തേക്കായി ഇരിക്കണേനെ. കുട്ടിയെ നടുവിട്ടിരിക്കണം, ഓളെ നടുവിട്ടിരിക്കണം. ഓൾക്ക് കൊട്ടെത്തിയല്ലേ, ശരിക്കും 2 കൈയുടെ കറക്കടാ. ഒന്ന് ബാക്കിക്കും ഒന്ന് മുന്നിക്കും അല്ല, 2 മുന്നിൽ കറക്കും. അങ്ങനെ പോട്ടെ. അതിന്റെ കാട്ടിന് അറിയാം, 2 ഒരേമാതിരി ചുറ്റി, 2 മുന്നിക്കാണെങ്കിൽ മുന്നിക്ക് തന്നെ ചുറ്റണം. അങ്ങനെ ചുറ്റി, ചുറ്റി കണ്ട പോണേ. അങ്ങനെ അവിടത്തെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുട്ടോ. അപ്പൊ നിലമ്പൂര് എന്താ ആ റോഡ് സൈഡിലായിട്ടതാ ഒരു ഒട്ടകം. ഞാൻ ആദ്യമായിട്ട് ഒട്ടകത്തിന് കാണണേ, വളരെ സന്തോഷമായി അത് കണ്ടപ്പോൾ. നേരിട്ട് ഞാൻ അങ്ങനെ ഒട്ടകത്തിനൊന്നും കണ്ടിട്ടില്ല കേട്ടോ, ഫോണിലൊക്കെ ഇങ്ങനെ കാണുന്നല്ലാതെ. അങ്ങനെ അടിപൊളിയാണ് ഒട്ടകം. എന്താ സവാരിക്ക് 150 രൂപ കേട്ടോ. ഞങ്ങളങ്ങനെ കണ്ട് തിരിച്ചു പോകുന്നു. ഒന്നാമതേ നേരം വൈകിന്, ഞങ്ങളങ്ങനെ പോകുന്നു. പിന്നെ അവിടെ നിലമ്പൂർ പാട്ട് നടക്കണേ, ഇല്ല നേരെ പോയാണ്. അവിടെ നിന്ന് കയറാനുള്ള നേരം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എളുപ്പം പോകുന്നു. പിന്നെ ഞങ്ങളവിടെ ഇറങ്ങിയാണ്ട് ഇപ്പോഴത്തെ ഒരു കരിപ്പും ഞാനും കൊണ്ടിട്ടൊരു ഇതും കുടിച്ചിട്ടോ. അങ്ങനെ ഒരു കരിമ്പ് ജ്യൂസും കുടിച്ചു. ഞങ്ങളൊരു കരിപ്പും പിന്നെ കരിമ്പ് ജ്യൂസും കുടിച്ചു. അപ്പം എന്താ ഗൈസ് അവിടുന്ന് പോന്നു. അങ്ങനെ അതെല്ലാം കുടിച്ച് അവിടുന്ന് തിരിച്ചു. ഇനി ആ പെരേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡിൽ ഭയങ്കര തിരക്കാണ്, തിരക്കാണ്. ഞങ്ങൾ ചുങ്കത്ര പോകുന്നു, ചുങ്കത്ര കേട്ടോ. അത് കഴിഞ്ഞ് പോകുന്നു.
അമ്മായിക്ക് എന്താ പൊറോട്ട എന്തൊക്കെയോ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കടയിൽ കയറിയതാണ് കേട്ടോ ഇവിടെ പാലമാട്. അങ്ങനെ അമ്മയ്ക്ക് പൊറോട്ടയും കറിയൊക്കെ വാങ്ങി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരാൻ നിൽക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കടയിൽ നിന്ന് പൊറോട്ട അമ്മായിക്കും സിനിമയ്ക്ക് വേണ്ടി പൊറോട്ട വാങ്ങിക്കും. അങ്ങനെ കഴിച്ച് ഞാൻ എൻ്റെ സ്കൂളിൻ്റെ അവിടെ എത്താനായിട്ട് നോക്കുമ്പോൾ നാരകക്കാവ് അതൊക്കെ മെല്ലെ പോയി. നല്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ഞങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.